ഹായ് ഓൾ, എംഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട് കേരള PSC ഡിഗ്രി ലെവൽ മത്സര പരീക്ഷകളിൽ വളരെ ഡീപ്പായി പഠിച്ചാൽ മാത്രമേ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ അവയുടെ ഉറവിടം തേടി ഉദ്യോഗാർത്ഥികൾ ഓടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡിഗ്രി തല, അതായത് യൂണിവേഴ്സിറ്റി തല ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് പോലും PSC അതേപടി കണ്ടൻറ്റുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പം അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും, എല്ലാ ഉറവിടങ്ങളെയും കൃത്യമായി ഫിൽട്ടർ ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് എംഫേവർ ലേണിംഗ് ആപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അല്ലാത്ത പക്ഷം എംഫേവർ കേരള PSC എന്ന ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്തുകൊണ്ട് നേരിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. കാർത്തിക തിരുനാൾ രാമവർമ്മ, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1758 1798, അതായത് 40 വർഷത്തോളം, അല്ലേ, 40 years. അപ്പോൾ 1729 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരിയായി മാറുകയും 1758 അദ്ദേഹം നാട് നീങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി 1758 തന്നെ ഭരണം നേടിയ വ്യക്തിയാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജ എന്നും കിഴവൻ രാജ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതായത് ധർമ്മരാജ എന്നുള്ള പേര് വരാൻ കാരണം മറ്റ് പ്രദേശങ്ങളിൽ നിന്നും യുദ്ധവും മറ്റുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്യുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തതുകൊണ്ടാണ് അദ്ദേഹം ധർമ്മരാജ എന്നറിയപ്പെട്ടതും തിരുവിതാംകൂർ ധർമ്മരാജ്യം എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അറിയപ്പെട്ടതും. കിഴവൻ രാജ എന്നുള്ള പേര് ഇദ്ദേഹം സ്വാഭാവികമായിട്ടും 40 വർഷം, അതായത് തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം ഭരണാധികാരിയായി നിലകൊണ്ടത് ഇദ്ദേഹമാണ്. മാത്രമല്ല ഇദ്ദേഹം മലബാറിലെ സെമിന്ദാർ എന്ന വിശേഷണ പേരുള്ള വ്യക്തി കൂടിയാണ്. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു തരാം വഴിയെ. മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമിയായിരുന്നു. ഇദ്ദേഹം നേടിയെടുത്ത എല്ലാ പ്രദേശങ്ങളും നിലനിർത്തുക മാത്രമല്ല അവയെല്ലാം വിജയകരമായ രീതിയിൽ ഭരിക്കുക എന്നുള്ളതും, മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നേടിയെടുത്ത എല്ലാ ഭൂപ്രദേശങ്ങളും നിലനിർത്തുക, അതിലെല്ലാം ഈ പറയുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ അഥവാ ധർമ്മരാജ വിജയിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കാലം രാജപദവിയിലിരുന്നു, 40 years ആണ് കേട്ടോ. ധർമ്മരാജയുടെ കാലത്ത് ദിവാൻ അഥവാ പ്രധാനമന്ത്രി പദവിയിൽ ഉണ്ടായിരുന്നവർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ദിവാൻ പദവിയിൽ ഉണ്ടായിരുന്നവർ, അല്ലേ. പ്രധാനമായും നമ്മൾ പഠിച്ചത് അറുമുഖൻ പിള്ള, താണുപിള്ള, രാമയ്യൻ ദളവ. എന്നാൽ ഇവിടെ കുറച്ച് കൂടുതൽ ആളുകളെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിൽ രണ്ട് പേരുമായി ബന്ധപ്പെട്ടാണ് PSC ചോദ്യങ്ങൾ വരുന്നത്. ആദ്യത്തെ വ്യക്തി അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള തിരുവിതാംകൂറിൻ്റെ ആദ്യ ഭരണാധികാരി ആയിരുന്ന മാർത്താണ്ഡവർമ്മയുടെ കീഴിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു. ആ ഉദ്യോഗസ്ഥനെ, നല്ല കഴിവുള്ള ഉദ്യോഗസ്ഥനെയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ധർമ്മരാജ പരിഗണിച്ചത്. സുബ്ബയ്യൻ ദളവ, കൃഷ്ണഗോപാലൻ അയ്യർ, വാടീശ്വരൻ സുബ്രഹ്മണ്യ അയ്യർ, ചെമ്പകരാമൻ പിള്ള, നാഗർകോവിൽ രാമയ്യൻ, കൃഷ്ണൻ തമ്പി, ഏറ്റവും ലാസ്റ്റായിട്ട് രാജ കേശവദാസ് അഥവാ കേശവപിള്ള. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും പേര് ഓർത്തിരിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്, നമുക്ക് ആവശ്യവുമില്ല. എന്നാൽ അറിഞ്ഞിരിക്കുക, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. എങ്ങാനും എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഒരു പരിചയം വേണമല്ലോ. രണ്ട് പേരുടെ പേര് നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കുക. ഒന്ന് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും മറ്റൊന്ന് രാജ കേശവദാസ്. രാജ കേശവദാസിൻ്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നുള്ളതാണ്. അദ്ദേഹത്തിന് രാജ എന്ന പദവി തന്നെ നൽകിയത് ബ്രിട്ടീഷ് ഗവർണറായ ലോർഡ് മോണിങ്ടൺ ആണ്. ഓക്കെ, സോ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അയ്യപ്പൻ മാർത്താണ്ഡപിള്ള തിരുവനന്തപുരത്തെ വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. ധർമ്മരാജയുടെ ആദ്യ
ദിവാൻ കൂടിയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിവാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിമാർക്ക് ദിവാൻ എന്ന ഒരു ഔദ്യോഗിക പദവി ആദ്യമായിട്ട് ലഭിച്ച് വന്നത് രാജ കേശവദാസനാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഈ ദിവാൻ എന്നുള്ളത് നമ്മൾ പൊതുവെ പറയുന്ന ഒരു പേരല്ല. പ്രധാനമന്ത്രിക്ക് തിരുവിതാംകൂർ ഭരണാധികാരി നൽകുന്ന ഒരു ഔദ്യോഗിക സ്ഥാനപ്പേര് കൂടിയാണ് ദിവാൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇഷ്ടംപോലെ പ്രധാനമന്ത്രി, നമ്മൾ 3 പ്രധാനമന്ത്രിമാരെ കുറിച്ച് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ പഠിച്ചു. അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള മുതൽ ഇങ്ങോട്ടുള്ള ആളുകളെല്ലാം ധർമ്മരാജയുടെ പ്രധാനമന്ത്രിമാരായിരുന്നു. എന്നാൽ രാജാ കേശവദാസ് പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ദിവാൻ എന്ന ഔദ്യോഗിക സ്ഥാനപ്പേര് പ്രധാനമന്ത്രിമാർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിവാൻ എന്ന ഔദ്യോഗിക സ്ഥാനം ലഭിച്ച തിരുവിതാംകൂറിലെ ആദ്യ പ്രധാനമന്ത്രി എന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും രാജ കേശവദാസ് തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ പ്രധാനമന്ത്രിമാരെയെല്ലാം സ്വാഭാവികമായിട്ടും ദിവാൻ എന്ന് വിളിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യുകയാണ്. തിരുവിതാംകൂറിനെ തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ 3 റവന്യൂ മേഖലകളായി അദ്ദേഹം തരംതിരിച്ചു. കൊച്ചിയിലെ ദിവാനായ പാലിയത്ത് കോമി അച്ഛനുമായി ചേർന്ന് 1762 ശുചീന്ദ്രം ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അപ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിമാർ അറിയപ്പെടുന്നത് പാലിയത്തച്ഛൻ എന്നുള്ള പേരിലാണ്. 1762 തിരുവിതാംകൂർ ആരുമായാണ് ചേർന്ന് സന്ധി ചെയ്തത്? കൊച്ചിയുമായി ചേർന്നാണ്. ഓക്കെ, ആ സന്ധി അറിയപ്പെടുന്നത് ശുചീന്ദ്രം ഉടമ്പടി എന്നുള്ളതാണ്. ശുചീന്ദ്രം ഉടമ്പടി. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശുചീന്ദ്രം കൈമുക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് പഠിച്ചു. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിലാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം ആരംഭിച്ചത് എന്നും ഇന്നിപ്പോൾ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ശുചീന്ദ്രം എന്നും, ഈ ശുചീന്ദ്രത്തിൽ വച്ചാണ് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒരു ഉടമ്പടി നടത്തിയിരിക്കുന്നത്. എന്തിനാണ്? കൊച്ചിയിലെ കേരളവർമ്മ രാജാവ് തിരുവനന്തപുരം സന്ദർശിച്ച് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ വെച്ച് ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയുടെയും പാലിയത്ത് കോമി അച്ഛൻ്റെയും സാന്നിധ്യത്തിൽ സന്ധി അംഗീകരിച്ചു. ഇത് പ്രകാരം തിരുവിതാംകൂർ സൈന്യം കോഴിക്കോട്ടെ സാമൂതിരിക്കെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, കൊച്ചിയുടെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു ഈ കാലഘട്ടത്തിൽ കോഴിക്കോട് സാമൂതിരിമാർ. കൊച്ചിക്ക് തിരുവിതാംകൂറിൻ്റെ സഹായം ആവശ്യമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളവർമ്മ രാജാവ് തിരുവനന്തപുരത്ത് നേരിട്ടെത്തി ശുചീന്ദ്രത്ത് വെച്ച് തിരുവിതാംകൂറുമായിട്ടൊരു സൗഹൃദ ഉടമ്പടി നടത്തി. അതാണ് ശുചീന്ദ്ര ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഉടമ്പടിയിൽ പങ്കെടുത്തത്, ഈ ഉടമ്പടിയിൽ അന്ന് സാക്ഷി ആയി നിന്നത് തിരുവിതാംകൂറിൻ്റെ ദിവാനായിരുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയും അതുപോലെ തന്നെ കൊച്ചി പ്രധാനമന്ത്രിയായ പാലിയത്ത് കോമി അച്ഛനുമാണ്. ഓക്കെ, ഈ ഒരു ഉടമ്പടി പ്രകാരം കൊച്ചി രാജ്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് കോഴിക്കോട് സാമൂതിരിക്കെതിരെ തിരുവിതാംകൂർ 1762 യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ നന്ദി സൂചകമായിട്ട് കൊച്ചി, അവരുടെ കൈവശമുണ്ടായിരുന്ന ആലങ്ങാട്, പറവൂർ എന്നീ സ്ഥലങ്ങൾ തിരുവിതാംകൂറിലേക്ക് നൽകുകയും അവ തിരുവിതാംകൂറിൽ ലയിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോഴിക്കോട് സാമൂതിരിമാർ ആ രീതിയിലുള്ള സമ്മർദ്ദത്തിൽ വന്നു. ഒരറ്റത്ത് തിരുവിതാംകൂറിനെയും കൊച്ചിയെയും എതിർക്കണം, മറു അറ്റത്തിൽ ഹൈദരാലിയുടെ മൈസൂർ പട കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും 1763 കോഴിക്കോട് സാമൂതിരി തിരുവിതാംകൂറിലെത്തി തിരുവിതാംകൂറുമായിട്ടൊരു സൗഹൃദ സംഭാഷണം നടത്തി സന്ധി ചെയ്ത് ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഈ 3 പേരുടെയും, കോഴിക്കോട് സാമൂതിരിയുടെയും കൊച്ചി രാജ്യത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയും സിംഗിൾ ശത്രുവായിട്ട് ആര് മാറുന്നു? ഹൈദരാലിയുടെ മൈസൂർ പട മാറുകയാണ്. ശുചീന്ദ്രം ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പ്രകാരം ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്തു. 1763 സാമൂതിരി തിരുവിതാംകൂർ രാജാവിനെ സന്ദർശിച്ച് സൗഹൃദ ബന്ധം സ്ഥാപിക്കുകയും കൊച്ചിയുമായി ശത്രുത പുലർത്തില്ല എന്നും യുദ്ധച്ചെലവിന് ഉണ്ടായ നഷ്ടപരിഹാരം നൽകിക്കൊള്ളാമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധർമ്മരാജാവുമായി സഖ്യമുണ്ടാക്കിയ കൊച്ചിയിലെ രാജാവ് 1762 ശുചീന്ദ്രം ഉടമ്പടി കേരളവർമ്മയാണ്.
ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് കൊടിമരം സ്ഥാപിക്കാൻ അനുവാദം നൽകിയ രാജാവ് ധർമ്മരാജ 1764. 1765 ഇംഗ്ലീഷുകാരുടെ ആഭിമുഖ്യത്തിൽ കർണാട്ടിക് നവാബും ധർമ്മരാജാവും തമ്മിൽ ഒരു ഉടമ്പടി നടത്തി. ഇത് വലിയ ഒരു കാര്യമാണ്. നമ്മൾ 1762 കൊച്ചിയുമായി തിരുവിതാംകൂർ നടത്തിയ ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി എന്ന് പറഞ്ഞു. 1765 ഇംഗ്ലീഷുകാരുടെ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷുകാർ മീഡിയേറ്റർ ആയിട്ട് നിന്നുകൊണ്ട് കർണാട്ടിക് നവാബും തിരുവിതാംകൂറും തമ്മിൽ നടത്തിയ ഒരു ഉടമ്പടിയാണ്. ഈ ഒരു ഉടമ്പടി പ്രകാരം സഹ്യപർവ്വതത്തിനപ്പുറം, വെസ്റ്റേൺ ഗാർഡ്സിനപ്പുറം ചെങ്കോട്ട ഒഴിച്ചുള്ള പ്രദേശങ്ങളിൽ തിരുവിതാംകൂറിനുള്ള അവകാശം നവാബിന് വിട്ടുകൊടുത്തു. വാർഷിക പ്രതിഫലം നൽകാമെന്ന ഉറപ്പിന്മേൽ ചെങ്കോട്ടയും കന്യാകുമാരിയും പിന്നീട് തിരുവിതാംകൂറിന് ലഭിച്ചു. ബ്രിട്ടീഷുകാർ ആദ്യമായി തിരുവിതാംകൂർ ആഭ്യന്തര കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൈകടത്താൻ സാഹചര്യം ഒരുങ്ങിയ ഒരു ഉടമ്പടിയായിരുന്നു കർണാട്ടിക് നവാബുമായിട്ട് 1765 നടത്തിയ ഉടമ്പടി. അപ്പോൾ ഇത്തരത്തിലൊരു ഉടമ്പടി നടത്തുമ്പോൾ, ചെങ്കോട്ട ഉടമ്പടി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ശരിക്കും എന്താണ്, കർണാട്ടിക് നവാബിൻ്റെ അധിനിവേശത്തെ ചെറുക്കുന്നതിന് വേണ്ടി കർണാട്ടിക് നവാബ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിനോട് ഒരു സന്ധി ചെയ്യുന്നതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെട്ട് വരികയും സ്വാഭാവികമായിട്ടും അതായിരിക്കാം നല്ലതെന്ന് തിരുവിതാംകൂറിനും തോന്നി എന്ന അവസ്ഥയിൽ നിന്നാണ് ചെങ്കോട്ടയ്ക്കപ്പുറമുള്ള മുഴുവൻ സ്ഥലങ്ങളും, തിരുവിതാംകൂറിൻ്റെ അധിനിവേശമായിരുന്ന സ്ഥലങ്ങളെല്ലാം കർണാട്ടിക് നവാബിന് വിട്ടുകൊടുത്തു. തുടർന്ന് ചെങ്കോട്ടയും കന്യാകുമാരിയും എന്നേക്കുമായിട്ട് തിരുവിതാംകൂറിന് സ്വന്തമാകുന്ന ഒരു സാഹചര്യവും ഈ ഉടമ്പടിക്ക് ഈ ഉടമ്പടി കാരണമായി. ഇതോടുകൂടി കർണാട്ടിക് നവാബ് തിരുവിതാംകൂറുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെങ്കോട്ടയും കന്യാകുമാരിയും എന്നേക്കും ആരാലും എതിർക്കപ്പെടാത്ത പ്രദേശങ്ങളാക്കി തിരുവിതാംകൂറിൽ ചേർക്കപ്പെടുകയും ചെയ്യുന്നത് കേട്ടോ. ഇനി തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇംഗ്ലീഷുകാരുടെ സ്വാധീന ശക്തി ഏറി വന്നതിന് ഉദാഹരണമാണ്. കാരണം അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നല്ല രീതിയിൽ കൈകടത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. 1766 രണ്ടാം തൃപ്പടിദാനം എന്താണ്, 1750 തൃപ്പടിദാനം നടത്തുന്നത് അല്ലേ. അതായത് ഈ പറയുന്ന തങ്ങളുടെ രാജ്യം ശ്രീ പത്മനാഭന് സമർപ്പിക്കുകയും ശ്രീ പത്മനാഭദാസൻ എന്ന പേര് തങ്ങളുടെ പേരിനോടൊപ്പം ചേർത്തു. ആര്? മാർത്താണ്ഡവർമ്മ. അതിനുശേഷം രണ്ടാമത് വീണ്ടും അതേ പരിപാടി ചെയ്തു. രണ്ടാം തൃപ്പടിദാനം 1766 ധർമ്മരാജ. തിരുവിതാംകൂറിലെ ദിവാൻ എന്ന സ്ഥാനപ്പേര് ഔദ്യോഗികമായി ഏറ്റെടുത്ത ആദ്യ വ്യക്തിയാണ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജാ കേശവദാസ്. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന രാജാ കേശവദാസ്. അപ്പോൾ രാജാ കേശവദാസിന്റെ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്തെ ചാല കമ്പോളവും ആലപ്പുഴ നഗരത്തിൻ്റെ പണി കഴിപ്പിക്കലും എല്ലാം നടന്നത്. അതുകൊണ്ട് തന്നെയാണ് വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും ആലപ്പുഴ നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് കേശവപിള്ള അഥവാ രാജാ കേശവദാസ് വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നു. തൃശ്ശൂരിലെ നെടുങ്കോട്ട പണിത സമയത്തെ ദിവാൻ കൂടിയാണ് രാജാ കേശവദാസ്. അപ്പോൾ രാജാ കേശവദാസ് ദിവാനായിരുന്ന കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിന് മൈസൂർ പടയുടെ അതിക്രമത്തെ കാര്യമായി ചെറുക്കേണ്ടി വന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് തൃശ്ശൂരിൽ ഒരു നെടുങ്കോട്ട പണിതു. അതിന് പണിയുന്നതിന് നേതൃത്വം നൽകിയത് രാജാ കേശവദാസ് ആണ്. ഈ ഒരു നിർമ്മാണ സമയത്ത് നിർമ്മാണ ചുമതലകൾക്ക് മറ്റുമെല്ലാം സൂപ്പർവിഷൻ നടത്തിയിരുന്നത് ഡിലനോയ് ആയിരുന്നു അല്ലേ. ഡിലനോയ് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഒരു പാശ്ചാത്യ ശക്തി ആദ്യമായി പരാജയപ്പെടുത്തിയ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മയെന്നും മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ നടന്ന കുളച്ചൽ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഡച്ച് നാവികപ്പടയെ നയിച്ചിരുന്ന ഡിലനോയെ പിടിച്ചുകൊണ്ടുവന്ന് തൻ്റെ വലിയ കപ്പിത്താൻ എന്ന സ്ഥാനപ്പേരം നൽകി തൻ്റെ സൈന്യത്തെ പരിശീലിപ്പിക്കാനുള്ള എല്ലാ അനുവാദവും ഡിലനോയ്ക്ക് നൽകിയ വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ മരണത്തിന് ശേഷം ഡിലനോയി ധർമ്മരാജയോട് കൂറ് കാണിച്ചുകൊണ്ട് കൂടെ നിന്നു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന തൃശ്ശൂരിലെ നെടുങ്കോട്ട പണിത സമയത്തെ ദിവാൻ രാജാ കേശവദാസ്, അതിന് ആ നിർമ്മാണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ഡിലനോയി. കേശവദാസിന് രാജ എന്ന പദവി നൽകിയത്
മോണിങ്ടൺ പ്രഭുവാണ്, ബ്രിട്ടീഷ് ഗവർണറാണ് അദ്ദേഹം. ഇനി കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. 1773 സമഗ്രമായ റവന്യൂ സർവേ തിരുവിതാംകൂറിൽ നടന്നു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ ഒരു സമഗ്രമായ റവന്യൂ സർവേ നടത്തിയ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് 1773. കൃഷിയുടെയും വ്യവസായത്തിൻ്റെ വികസനത്തിന് ഊന്നൽ നൽകി. ജലസേചന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും ഭൂമികൾ കൃഷിക്ക് അനുയോജ്യമാക്കുകയും ചെയ്തു. കൂടാതെ സാമ്പത്തിക ക്ലേശം അനുഭവിച്ച കൃഷിക്കാർക്ക് വായ്പ നൽകിയും നികുതി ഇളവ് ചെയ്ത് സഹായിച്ചു. ഗതാഗത സൗകര്യങ്ങൾ പരിഷ്കരിക്കുകയും MC റോഡിൻ്റെ പണിക്ക് തുടക്കം കുറിച്ചതും ഇദ്ദേഹമാണ്. അനേകം റോഡുകളും തോടുകളും നിർമ്മിക്കുകയും കുളച്ചൽ, പൂന്തുറ തുടങ്ങിയ തുറമുഖങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്തു. വിഴിഞ്ഞത്തെ ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ പഠിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലും വേണ്ട രീതിയിലുള്ള വികസനങ്ങളും മെച്ചപ്പെടുത്തലുകളും കൊണ്ടുവരാൻ ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പൂന്തുറ എന്ന് പറയുന്ന ഒരു തുറമുഖം, അന്നത്തെ തുറമുഖമായിരുന്നു. കുളച്ചൽ എന്ന തുറമുഖം, ഇവയെ മെച്ചപ്പെടുത്തുക. അതുപോലെ തന്നെ വിഴിഞ്ഞത്തെ ഒരു ചെറിയ തുറമുഖമാക്കി മാറ്റുന്നതിനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ട വ്യക്തിയാണ്. ഇന്നിപ്പോൾ വിഴിഞ്ഞം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ വിഴിഞ്ഞത്തെ ഒരു ചെറിയ തുറമുഖം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയ ഒരു വ്യക്തിയാണ് രാജാ കേശവദാസ് എന്ന് പറയുന്നത്. രാജാ കേശവദാസ് ആലപ്പുഴയിൽ ഒരു തടി ഡിപ്പോ സ്ഥാപിക്കുകയും മാത്തൂ തരകൻ എന്ന ധനികനായ ക്രിസ്ത്യൻ കച്ചവടക്കാരന് വടക്കൻ തിരുവിതാംകൂറിൽ നിന്ന് ആ ഡിപ്പോയിൽ തടി ശേഖരിച്ച് വിൽക്കുവാനുള്ള കുത്തക നൽകുകയും ചെയ്തു. മാത്തൂ തരകൻ എന്നുള്ള പേര് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇദ്ദേഹം ഒരു ബിസിനസ്മാനാണ്, തടി വിൽപ്പനക്കാരനാണ്. അപ്പോൾ ആലപ്പുഴ നഗരത്തിന് പണി കഴിപ്പിച്ച വ്യക്തിയാണ് രാജാ കേശവദാസ്. അദ്ദേഹം അവിടെ ഒരു തടി മിൽ ആരംഭിക്കുകയും ചെയ്തു, അല്ലേ? തടി ഡിപ്പോ. ആ ഡിപ്പോയിൽ നിന്നും എന്ത് ചെയ്യാം, ആ ഡിപ്പോയിൽ നിന്നും തിരുവിതാംകൂർ ഭരണാധികാരിയുടെ സമ്മതത്തോടു കൂടി രാജാ കേശവദാസ് നേതൃത്വം നൽകി തടികൾ വെട്ടിമാറ്റപ്പെടുകയും അത്തരം വെട്ടിമാറ്റപ്പെടുന്ന തടികൾ ഏറ്റെടുത്തുകൊണ്ട് പോയി വിൽപ്പന ചെയ്യാനുള്ള അനുവാദം ലഭിച്ച വ്യക്തിയാണ് മാത്തൂ തരകൻ എന്ന ബിസിനസ്സുകാരൻ. ഈ ഒരു ബിസിനസ്സുകാരൻ അതായത് നമ്മുടെ കാർത്തിക തിരുനാളിന് ശേഷം രാജ്യഭരണം ലഭിക്കുന്ന അവിട്ടം തിരുനാൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ വലിയ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറുന്നുണ്ട്. മാത്തൂ തരകനെതിരെ പ്രതിഷേധ പരിപാടികൾ ഉയർത്തിക്കൊണ്ടാണ് വേലുത്തമ്പി ദളവ മുന്നോട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് അടുത്തൊരു സെഷനിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. ധർമ്മരാജയുടെ കാലത്ത് മൈസൂർ സുൽത്താൻമാരായ ഹൈദരാലിയും ടിപ്പു സുൽത്താനും മലബാർ ആക്രമിച്ചു. മലബാറിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ അഭയം നൽകി. മൈസൂർ പടയുടെ കയ്യേറ്റം തടയാൻ ധർമ്മരാജാവ് തൃശ്ശൂരിൽ നെടുങ്കോട്ട കെട്ടി. ഡിലനോയ് ആയിരുന്നു നെടുങ്കോട്ടയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. ഞാൻ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തു. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിലേർപ്പെട്ട തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജാവ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന മൈസൂർ പട, ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മൈസൂർ പട തിരുവിതാംകൂർ ലക്ഷ്യമാക്കി കൊണ്ടുവന്ന ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് സന്ധി ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ച് ധർമ്മരാജാവ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടു 1788. സ്വാഭാവികമായിട്ടും തിരുവിതാംകൂറിൻ്റെ പരമാധികാരം നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു കാരണം കൂടിയാണ് ഇത്തരത്തിലുള്ള ഉടമ്പടികൾ. അതായത് ഇതിനുശേഷം ബ്രിട്ടീഷ് മേൽക്കോയ്മ പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെടുന്ന കാലഘട്ടത്തിലെ ഭരണാധികാരിയും ധർമ്മരാജാവാണ്. ആദ്യം നമുക്കിത് നോക്കാം. 1788 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് സന്ധി ചെയ്ത ഭരണാധികാരിയാണ് ധർമ്മരാജാവ്. 1789 ഇതറിഞ്ഞ് ടിപ്പു സുൽത്താൻ നെടുങ്കോട്ട ആക്രമിച്ചു. 1789 ഡച്ചുകാരിൽ നിന്ന് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും വിലക്കി വാങ്ങി. എറണാകുളത്തുള്ള കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും. അപ്പോൾ 1789 തൃശ്ശൂരിൽ തിരുവിതാംകൂർ നിർമ്മിച്ച നെടുങ്കോട്ട ടിപ്പു സുൽത്താൻ ആക്രമിച്ചു. തുടർന്ന് ടിപ്പു സുൽത്താന്റെ വരവിനെ എതിർക്കാൻ വേണ്ടി തന്നെ കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും ഡച്ചുകാരിൽ നിന്നും ഇദ്ദേഹം വാങ്ങി. ദിവാനായ രാജാ കേശവദാസ് തിരുവിതാംകൂറിന്റെ വടക്കേ അതിർത്തിയുടെ കാവൽ ശക്തമാക്കി. 1790 ആലുവ വരെ ആരെത്തി? ടിപ്പു എത്തി. മധ്യകേരളത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങാൻ തീരുമാനിച്ചതിൽ ദിവാന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പങ്ക് വലുതാണ്.
അതായത് ഈ പറയുന്ന ടിപ്പു സുൽത്താനെ പ്രതിരോധിക്കുന്നതിൽ രാജാ കേശവദാസ് വിജയിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. ഓക്കെ. 1790 തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റിയ രാജാവാണ് ധർമ്മരാജാവ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1729 ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവായിട്ട് ഭരണാധികാരിയായി മാറിയ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ രാജ്യ തലസ്ഥാനം ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കൽക്കുളത്തിലെ പത്മനാഭപുരത്തായിരുന്നു. എന്നാൽ പത്മനാഭപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് രാജ്യ തലസ്ഥാനം മാറ്റിയത് ധർമ്മരാജയാണ്. തിരുവിതാംകൂർ ഇംഗ്ലീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലാകുന്നതിന് തുടക്കം കുറിച്ച ഉടമ്പടികൾ ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഞാൻ പറഞ്ഞു 1788 ഉടമ്പടി തന്നെ അതിനൊരു ഉദാഹരണമാണ്. മാത്രമല്ല ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് 1795 നവംബർ 17 ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിച്ചു. തിരുവനന്തപുരത്തെ ആറ്റിങ്ങലിനടുത്തുള്ള അഞ്ചുതെങ്ങിൽ നടന്ന ചടങ്ങിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ ചെയ്തു. നമ്മുടെ ടിപ്പു സുൽത്താൻ അദ്ദേഹം കീഴടങ്ങി അല്ലേ, അദ്ദേഹത്തിൻ്റെ തോൽവിയായിരുന്നു. അതിനുശേഷം ശ്രീരംഗപട്ടണം ഉടമ്പടിയൊക്കെ സംഭവിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ കൈവശമുണ്ടായിരുന്ന മലബാർ, വയനാട് ഉൾപ്പെടെയുള്ള മലബാർ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാക്കി മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചു. അത് അണ്ടർ ദ ഡയറക്റ്റ് കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ മദ്രാസ് ഗവർണറിൻ്റെ കീഴിലാണ്. ഇനി ബാക്കിയുണ്ടായിരുന്ന രണ്ട് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ, ഒന്ന് കൊച്ചിൻ സ്റ്റേറ്റും മറ്റൊന്ന് ട്രാവൻകൂർ സ്റ്റേറ്റും. ഈ രണ്ട് അടങ്ങളിലും രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. ഇവർ രണ്ടുപേരും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിക്കേണ്ടി വന്നു. അല്ലാത്ത പക്ഷം ഇവയെ ആക്രമിച്ച് കീഴടക്കിയതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ. തിരുവിതാംകൂർ ദിവാനായിരുന്ന രാജാ കേശവദാസാണ് ഉടമ്പടിക്ക് കൂടിയാലോചന നടത്തിയത്. പഴശ്ശി രാജാവിൻ്റെയും ശക്തൻ തമ്പുരാൻ്റെയും സമകാലികനായിരുന്ന തിരുവിതാംകൂർ രാജാവാണ് ധർമ്മരാജ. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി ബാലരാമഭാരതം രചിച്ച രാജാവാണ് ധർമ്മരാജാവ്. ഒട്ടനവധി ആട്ടക്കഥകൾ രചിച്ച വ്യക്തിയാണ് അദ്ദേഹം. കല്യാണ സൗഗന്ധിക ആട്ടക്കഥ, പാഞ്ചാലി സ്വയംവരം ആട്ടക്കഥ, രാജസൂയം ആട്ടക്കഥ, സുഭദ്രാഹരണം ആട്ടക്കഥ, ഗന്ധർവ വിജയം ആട്ടക്കഥ, നരകാസുരവധം, ഇതെല്ലാം രചിച്ചിരിക്കുന്നത് ധർമ്മരാജയാണ് കേട്ടോ. ഇതെല്ലാം രചിച്ചിരിക്കുന്നത് ധർമ്മരാജയാണ്. ഉദാഹരണത്തിൽ ഇതെല്ലാം നിങ്ങൾ പഠിച്ചേ പറ്റൂ. ആട്ടക്കഥകൾ സൃഷ്ടിച്ചിരുന്ന തിരുവിതാംകൂർ ഭരണാധികാരി, ആട്ടക്കഥ എന്നുള്ള പേര് ആട്ടക്കഥയോട് ചേർത്ത് വന്നാൽ ധർമ്മരാജ എന്ന് പഠിച്ചാൽ മതി. ഇതെല്ലാം PSC ചോദ്യമാണ്. ധർമ്മരാജയുടെ കൊട്ടാരത്തെ അലങ്കരിച്ചിരുന്ന പ്രധാന വ്യക്തികൾ കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ. കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ്യമെന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പുരോഗമിച്ചിരുന്ന തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയ രാജാവ് ധർമ്മരാജയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം, ഭദ്രദീപം പോലുള്ള ആചാരങ്ങൾ കൊണ്ടുവരുന്നതും ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ചതുമെല്ലാം മാർത്താണ്ഡവർമ്മയാണ്. തുടർന്ന് ഗോപുരം, അതുപോലെ തന്നെ കുലശേഖര മണ്ഡപം പണിയെടുപ്പിച്ചിരിക്കുന്നതും ധർമ്മരാജയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ കേൾപ്പിക്കുന്ന പ്രത്യേകതരം കൽത്തൂണുകളോട് കൂടിയ കുലശേഖര മണ്ഡപം സ്ഥാപിച്ചിരിക്കുന്നത് ധർമ്മരാജയാണ്. മറ്റ് മതങ്ങളിലെ ആളുകൾക്ക് നൽകുന്ന സേവനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് റോമിലെ പോപ്പിന്റെ കത്ത് ലഭിച്ച ഏക തിരുവിതാംകൂർ രാജാവ് ധർമ്മരാജയാണ്. മലബാറിലെ ജമീന്ദാർ എന്ന് ഇദ്ദേഹം അറിയപ്പെടുന്നു. മലബാറിലെ ജമീന്ദാർ എന്ന ധർമ്മരാജ അറിയപ്പെടുന്നതിന് ഒരു പ്രധാന കാരണം കോഴിക്കോട് സാമൂതിരിയുമായിട്ട് അത് ആവേണ്ടത് കോഴിക്കോട് സാമൂതിരിയുടെ തന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മലബാറിൽ ഈ പറയുന്ന പ്രദേശങ്ങളിലെല്ലാം ചെറിയ രീതിയിലുള്ള ഭൂമികളെല്ലാം ഈ പറയുന്ന ധർമ്മരാജയ്ക്ക് അവകാശപ്പെട്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മലബാറിലെ ജമീന്ദാർ വലിയ ഒരു വ്യക്തിയാണല്ലോ എന്നുള്ള പദവി ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കിഴക്കേ കോട്ടയുടെയും പടിഞ്ഞാറേ കോട്ടയുടെയും പണി പൂർത്തിയാകുമ്പോൾ തിരുവനന്തപുരത്താണ് ഈസ്റ്റ് ഫോർട്ടും വെസ്റ്റ് ഫോർട്ടും. പണി പൂർത്തിയാക്കുമ്പോൾ ഉണ്ടായിരുന്ന രാജാവ് ഇദ്ദേഹമാണ്. എന്നാൽ പണി ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. 1798 ധർമ്മരാജ നാട് നീങ്ങുന്നത്. 40 വർഷത്തെ ഭരണമായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ
കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായിട്ട് നമുക്ക് വരാം. നന്ദി.